പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗോതമ്പ് അപ്പമാണ്. ഇതൊരു പഴയകാല വിഭവമാണെന്ന് പറയാം. എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതേ ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് അധികമാവേണ്ട, 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഏത് ഗ്ലാസ്സിനാണോ ഗോതമ്പ് പൊടി എടുത്തത് ആ ഗ്ലാസ്സിൽ തന്നെ 1.25-1.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറേശ്ശെ വെള്ളമായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തിക്കൊന്നും കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണ്ട, ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാകും. ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഈ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ കൈ കൊണ്ട് ഈ മാവ് എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലേ കുഴയ്ക്കാൻ പാടുള്ളൂ. അധികം വെള്ളം ചേർക്കരുത്. ഈ അപ്പം ഒന്ന് ചുട്ടെടുക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രമാവുന്നതാണ് നല്ലത്. ഇനി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഗോതമ്പ് കൈ കൊണ്ട് കുറേശ്ശെയായി എടുത്തിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൈ നനയ്ക്കാൻ പറയുന്നത്. കുറച്ച് മാവ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യാം. ഇനി ഒരു തവിയെടുത്ത് അതും വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഇതൊന്ന് മെല്ലെ പരത്തി കൊടുക്കാം. തവിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് വെള്ളത്തിൽ നനയ്ക്കുന്നത്. വല്ലാതെ പരത്തണ്ട. ഇത് കുറച്ച് കട്ടിയുള്ള അപ്പമാണ്. അപ്പം മെല്ലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പുറ സൈഡിലെല്ലാം നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. മറിച്ചിട്ടതിന് ശേഷം മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പാനിൽ ഈ ഗോതമ്പപ്പം നന്നായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പുറ സൈഡും വെന്ത് കഴിയുമ്പം ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് 2 മിനിറ്റ് നേരം വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാം. ഒരു സൈഡ് തന്നെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്താൽ ആ ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ട് 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗം എന്തോന്നറിയാൻ വേണ്ടി ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി നോക്കാം. ഫോർക്കിലൊന്നും മാവ് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല. അപ്പം നന്നായി വെന്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുക. ഇത് കഴിക്കാൻ ചമ്മന്തിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് വെറുതെ തന്നെ ചായക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.